ലോകം ഇന്ന് അതീവ ഗൗരവത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ടേക്കാവുന്ന പുതിയ സമാധാന കരാറിലേക്കാണ്. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ് ഈ നയതന്ത്ര നീക്കം എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ വലിയ ചർച്ചകൾക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്കുമിടയിൽ നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ ബോധപൂർവം മറന്നുപോകുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. അത് മാസങ്ങളായി കടലിന്റെ നടുവിൽ കപ്പലുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് നാവികരുടെ ജീവിതമാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അൽ ജസീറ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദീർഘകാലമായുള്ള തർക്കങ്ങളുടെയും ഉപരോധങ്ങളുടെയും ഭാഗമായി പിടിച്ചെടുക്കപ്പെട്ട കപ്പലുകളിലെ ജീവനക്കാർ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ കടലിൽ തുടരുകയാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 20,000-ഓളം നാവികർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സൂചന. ഇതിൽ ഭൂരിഭാഗവും പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ പ്രദേശം എന്നിവിടങ്ങളിലാണ്. ഇറാൻ പിടിച്ചെടുത്ത അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളിലും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ തടഞ്ഞുവെച്ച ഇറാനിയൻ എണ്ണക്കപ്പലുകളിലും മാസങ്ങളായി ഈ മനുഷ്യർ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരുകളിൽ ഒരു പങ്കുമില്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. പേർഷ്യൻ ഗൾഫിലും സമീപ പ്രദേശങ്ങളിലുമായി പിടിച്ചെടുക്കപ്പെട്ട വിവിധ കപ്പലുകളിലായി നൂറുകണക്കിന് മനുഷ്യരാണ് ഇപ്പോൾ കഴിയുന്നത്. ഇതിൽ ഇന്ത്യക്കാരുൾപ്പെടെ ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, റഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികരുണ്ട്. കപ്പലുകൾ നിയമക്കുരുക്കിലോ രാഷ്ട്രീയ തർക്കങ്ങളിലോ പെടുമ്പോൾ അതിലെ ജീവനക്കാർക്ക് കരയിലേക്ക് ഇറങ്ങാനോ കുടുംബത്തെ ബന്ധപ്പെടാനോ കഴിയാത്ത സാഹചര്യമാണുള്ളത്. തടഞ്ഞുവെക്കപ്പെട്ട MT നിവി, സെന്റ് നിക്കോളാസ് തുടങ്ങിയ കപ്പലുകളിലെ അവസ്ഥ ഇതിനുദാഹരണമാണ്. നിലവിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ സമാധാന കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നത് ഇവർക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. കരാർ ഒപ്പിടുകയും ഉപരോധങ്ങളിൽ ഇളവ് വരികയും ചെയ്താൽ തങ്ങൾക്കുടൻ നാട്ടിലേക്ക് മടങ്ങാമെന്നാണ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾ സ്വപ്നം കാണുന്നത്. എന്നാൽ ഈ ചർച്ചകൾ നീണ്ടുപോകുന്ന ഓരോ നിമിഷവും അവരുടെ പ്രതീക്ഷകളും മങ്ങുകയാണ്. കപ്പലിനുള്ളിലെ പരിമിതമായ സാഹചര്യങ്ങൾ, കുറഞ്ഞു വരുന്ന ഭക്ഷണവും ശുദ്ധജലവും, എല്ലാത്തിനുമുപരിയായി മാസങ്ങളോളമുള്ള ഒറ്റപ്പെടൽ നൽകുന്ന മാനസിക സമ്മർദ്ദം എന്നിവ ഇവരുടെ ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പലർക്കും തങ്ങളുടെ വീട്ടിലെ സുപ്രധാനമായ കാര്യങ്ങളിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഹോർമസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇത്തരം കപ്പലുകൾ മാസങ്ങളോളം കിടക്കുന്നത് നാവിക മേഖലയെ തന്നെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കപ്പലുകളും നാവികരും ഒരു വിലപേശൽ ഉപകരണമായി മാറുന്നു എന്നത് പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. നാവികരുടെ ജീവൻ വെച്ച് വിലപേശൽ നടത്തുന്നത് പലപ്പോഴും വിമർശനത്തിന് വിധേയമാകുകയും ചെയ്തിട്ടുണ്ട്. കടൽ കടന്നുള്ള വ്യാപാരത്തിന്റെ നട്ടെല്ലായ നാവികർക്ക് ലഭിക്കേണ്ട സുരക്ഷയും പരിഗണനയും ഇവിടെ ലംഘിക്കപ്പെടുകയാണെന്നാണ് പ്രധാന വിമർശനം. അമേരിക്കയുടെയും ഇറാന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഈ മനുഷ്യരുടെ അവകാശങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നത് ഖേദകരമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഒരു പാൻ പസഫിക് കരാറിനോ അല്ലെങ്കിൽ എണ്ണ വ്യാപാരത്തിനോ അപ്പുറം മനുഷ്യത്വപരമായ ഒരു പരിഗണന കൂടി അർഹിക്കുന്നുണ്ട്. കരാറിന്റെ നിബന്ധനകളിൽ ഈ നാവികരുടെ അടിയന്തര മോചനം ഒരു മുൻഗണനാക്രമമായി ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും അപ്പുറം ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ മൗലികാവകാശത്തെ മാനിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകൾ ഇതിൽ കൂടുതൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു.